എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ രേണുക്കുട്ടിയുടെ ഇന്റർവ്യൂവിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു റിലവൻ്റ് ആയിട്ടൊരു സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വരുമെന്ന്. ആ സെക്കൻഡ് പാർട്ടാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്ന പാർട്ട്. ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു, രേഷ്മ, ടി, തങ്കച്ചൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിനകത്ത് കുറച്ചധികം മെഴുകൽ പ്രക്രിയ പുള്ളിക്കാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മെഴുകൽ ഞാൻ ഇന്നലെ ഇട്ടു, അത് കണ്ടു. അത് ഇത് കണ്ടിന്യൂഷൻ ഒന്നും ഇല്ല, അത് ഫൺ സാധനം. ഇതാണ് റിലവൻ്റ് സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ റിലവൻ്റ് അല്ല, ചെറിയ റിലവൻസ് ഉള്ളൊരു സാധനം. നമുക്കായാലും പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവസാനം വരെ കാണുക കേട്ടോ. കിടക്കച്ച സാധനങ്ങളൊക്കെ കാണിക്കാം. കൂടുതലായി അറിയിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സംസാരത്തിന്റെ ഇടയിൽ എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിയമപരമായിട്ടുള്ള ഭാര്യ, തീർച്ചയായിട്ടും അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? തീർച്ചയായിട്ടും പറയണം. എന്തിനാ പറയുന്നത്? കാരണം പല ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. എന്തിനാണ് നിയമപരമായുള്ള ഭാര്യ എന്ന് പറയുന്നത്? അതിന്റെ പിന്നിലെ കാരണം എന്താണ്? പറയണം. പുള്ളിക്കാരി നിയമപരമല്ലാത്തൊരു കല്യാണം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരന് നിയമപരമല്ലാത്ത വിവാഹങ്ങൾ ഉണ്ടെങ്കിലോ? ഏത് നമ്മുടെ പാസ്റ്റർ എന്ന് അവകാശപ്പെടുന്ന അത് പെന്തിക്കോസ് പ്രകാരം ഞങ്ങൾ കല്യാണം കഴിച്ചതുള്ളൂ, നിയമപരമായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി ചോദിക്കണം, നിയമപരമായി എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, നിയമപരമല്ലാതെ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കണം. പുള്ളിക്കാരി കള്ളം പറയുന്നില്ല, നിയമപരമായി ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ. നിയമപരമായി എൻ്റെ ഭർത്താവ് ഇപ്പൊ ഇയാളാണ്, നിയമപരമല്ലാതെ വേറെ സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായോ? അല്ല ഉണ്ടായിരുന്നു. നമ്മൾ ഒരാളുടെ പാസ്റ്റിനെ കുറിച്ച് മോശം പറയാൻ പാടില്ലല്ലോ. അപ്പൊ ബാക്കിയേക്കാം. ചോദിക്കുന്നുണ്ടാണ്, എനിക്ക് ആ പേര് പോലും പറയാൻ താല്പര്യമില്ലാത്ത കാര്യം എന്തിനാണ് ഞാൻ പറയുന്നത്? ഒരു വോയിസിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ അവരുടെ പേര് പോലും പറയുന്നില്ല. എന്റെ വീണയുടെ പേരാട്ടോ. ഒരു വോയിസുള്ളും ഒരു മെസ്സേജുള്ളും ഞാൻ അവരുടെ പേര് പോലും പറയുന്നില്ല. പേരും കൂടെ പറഞ്ഞു നോക്ക്, അവരെടുത്തിട്ട് അലക്കി നാലായിട്ട് മടക്കി പിഴിഞ്ഞ് അയാൾ വിരിച്ചിട്ട് പോകും. അവരുടെ പേരും കൂടെ പറയത്തില്ല, ഒരു കുറവും കൂടെ ഉള്ളൂ. നിങ്ങൾ അടക്കി പെറുക്കി അവിടെ ഇവിടെ 2-3 തവണ പേര് പറഞ്ഞതിൻ്റെയാണ് ഇപ്പൊ അവര് വെളി വന്നിട്ട് അവർക്ക് വായി തോന്നിയതെല്ലാം അവർ പറഞ്ഞത്. ഈ നാണക്കേടല്ല നിങ്ങൾ ചോദിച്ചു വെച്ചതാ. ഈ ഇന്റർവ്യൂവിനകത്ത് താജ് പത്തനംതിട്ടനെ അയാളാരെ എന്റെ തന്തയാണോ തന്ത എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ തന്തയുടെ മറുപടി താജ് പത്തനംതിട്ട കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് തരാം. ഇപ്പൊ നമുക്കിത് കാണാം. എടുത്തിട്ട് പറയുന്നത് എന്നെ പറ്റിയാണ് വൃത്തികേട് പറയുന്നത്. ഇതൊന്നും ഞാൻ കാണില്ല. ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടില്ലെങ്കിലും എന്നോട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഒരൊറ്റ വീഡിയോ കണ്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരാൾ തുമ്മി, സോഷ്യൽ മീഡിയയിൽ ഒരാൾ തുപ്പി, ആ എക്സാക്ട് വാചകം വരെ പറയും. ഇപ്പൊ ഞാൻ ഈ തുപ്പി പറഞ്ഞില്ലേ, ഇതിങ്ങനെ എത്തും. ഇങ്ങനെ രേണുവിന് പറഞ്ഞു കൊടുക്കാനുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഉണ്ട്. രേണു സുധി മനു എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. മനുവിന്റെ വീഡിയോയിൽ 3 മിനിറ്റ് 1 സെക്കൻഡിനകത്ത് മനു പറഞ്ഞിട്ടുണ്ട് രേണു തുമ്മി. അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ആളുണ്ട്. പിന്നെ എന്തിനാ ഞാൻ വീഡിയോ കാണണം? എൻ്റെ ഡേറ്റ ലാഭം, എൻ്റെ സമയ ലാഭം, എനിക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും, എനിക്ക് ബുദ്ധി ഉപയോഗിച്ച് ഞാനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് ലാഭ പരിപാടി? എടാ ഈ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കൂടെ വിളിയടാ, സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ എനിക്കൂടെ പറഞ്ഞു എനിക്ക് വീഡിയോ ചെയ്യാൻ ഈസിയോ. ഞാനും തപ്പുണ്ടല്ലോ ഇത്രയും കൃത്യമായിട്ട് ഗഗനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കൾ ആരാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരി ഒരാളുടെ കമന്റും കാണത്തില്ല, ഒരാളുടെ വീഡിയോയും കേൾക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരി അവിടെ നടക്കുന്ന എന്തും അറിയും. ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമന്റാണേ, രേണു ഇതുവരെ കാണാത്ത വീണ തലപൊക്കി വന്നല്ലോ, എന്തായാലും എല്ലാവരും അവളെ അലക്കുന്നുണ്ട്, നിനക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട്, ആരാണോ എന്തോ. അവരുടെ വീഡിയോ താഴെയുള്ള കമന്റ് നോക്കിയാൽ മതി. നോക്ക്, രേണുവിനെ അറിഞ്ഞ പുറഞ്ഞ ചിത്രം വിളിക്കണം. വീഡിയോ കാണാത്ത രേണു, കമന്റുകൾ വായിച്ചു നോക്കാത്ത രേണു ഇതിന് താഴെ ഒന്ന് കമന്റ് ഇട്ടു. വീഡിയോ കണ്ടില്ല, പക്ഷെ ഈ കമന്റ് ഇട്ടെന്ന് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, എടി ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഈ വീഡിയോയുടെ താഴെ ഇന്ന ആള് ഇന്ന കമന്റ് ചെയ്തിട്ടുണ്ട്, ആ കമന്റിന്റെ താഴെ കമന്റ് രേണു ഇട്ടു. ഒരു വീഡിയോ പോലും കാണാറില്ല, പിന്നെ ഈ വീഡിയോ ഇങ്ങനെ വന്നിട്ട് എന്നെ കാണൂ, അല്ല എന്നെ കാണണ്ട, ഇതാണ് കേട്ടോ ആശയം എന്ന് പറഞ്ഞു. വീഡിയോ കാണാൻ നിങ്ങൾ അങ്ങനെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ. പിന്നെ ആ കമന്റ് ഈ കമന്റും അവരിട്ടതല്ല, ഇവരുടെ ഫോൺ തനിയെ പോയി ആ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ ഇവരുടെ ഫോൺ തന്നെ, ഇവർ കണ്ടിട്ടില്ല, ഫോൺ തനിയെ നോക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇതാണ് ഇത് കാണുന്നത്. ഫോൺ അപ്പൊ പറയാണ് രേണു സുധി വീഡിയോ കാണില്ല, രേണു സുധി കമന്റ് ഇടാറില്ല, ഇത് ഞാനിട്ട് കമന്റ് ആണിത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ടുള്ള ഫോണാണിത്. നിങ്ങളുടെ ഉണ്ടോ ഇമാതിരി ടെക്നോളജി? ജെയിംസ് ബോണ്ടിന് പോലും ഇല്ല. ആരെ സപ്പോർട്ട് ചെയ്താലും എനിക്കെന്ത്, അത് കറക്റ്റ്, സപ്പോർട്ട് കാര്യമില്ല. ദാറ്റ്സ് none of my business. That's none of my business. Okay. I am always happy. Don't worry, be happy. ഇമാതിരി ഹാപ്പി ആകാതിരിക്കുന്ന കേട്ടോ നല്ലത്. നമുക്ക് ബാക്കി കേൾക്കാം.
ദിവസം അതെനിക്ക് അറിയാറുന്നല്ലോ ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ ഇല്ല ആരൊക്കെയായിട്ട് ഈ ചാറ്റ് നടത്തിയിട്ടുണ്ട്? ഇല്ല ആരുടെ ചാറ്റ് എന്ന് ചോദിക്കാൻ താങ്കൾ ആരൊക്കെയായിട്ട് ഇമാതിരി ചാറ്റ് നടത്തിയിട്ടുണ്ട്? അത്ഭുതമാണ് അത്ഭുതം. എന്ത് ആരുടെ ചാറ്റ്? എന്നെ ചാറ്റോ? സുധിച്ചേട്ടൻ്റെ ചാറ്റോ? ആരുടെ ചാറ്റ്? ഒരാളുമായിട്ട് ഉള്ളെങ്കിൽ നമ്മൾ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ബാക്കി പറ. രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് വന്നത്? ഓക്കെ ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെ പറയണം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയണം. ഒരു CCTV പണിതൊക്കെ വെക്കാൻ വല്ലായിരുന്നോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? കിടന്നു തന്നെ ഉണ്ടാക്കി അങ്ങനെ തന്നെ പറയുന്നു. നിലവാരം എന്ന് പറയുന്നൊരു സാധനം ലേശം നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നിങ്ങൾക്കത് ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും പരമാവധി ഉണ്ടാക്കുക. കൊല്ലം സുധിയോടെ കിടന്ന് കുഞ്ഞിനെ ഉണ്ടാക്കി അങ്ങനെ തന്നെ പറയും. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ അങ്ങനെയൊക്കെ പറയാൻ? ഒരു കാര്യം ചെയ്യും, ഇനി നടക്കുന്ന എല്ലാം CCTV റെക്കോർഡ് ചെയ്തിട്ട് പ്രൂഫ് എടുത്ത് കാണിക്കുക. മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ച പോലെ. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നേ? SEX ചാറ്റ്. ബാക്കി പറ. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്ക് ഉണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. ആരുടെ കൂടെ ഉള്ളത് വന്നാലാണ് വിഷയം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിനകത്ത് വീണ എന്ന് പറയുന്ന ആൾ അവകാശപ്പെട്ട ഒരു സാധനം, നിങ്ങളും കൊല്ലം സുധിയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള കുൽസിത അശ്ലീല ചാറ്റുകൾ അവര് കണ്ടതുമായിട്ട് പ്രമാണിച്ചാണ് അവര് തമ്മിൽ വേർപിരിഞ്ഞെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ? ആ ഒരു വർഷത്തിൽ എനിക്ക് പുള്ളിനെ അറിയത്തില്ല, തൊട്ടടുത്ത വർഷം മുതലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്, അദ്ദേഹത്തെ സംസാരിച്ചത്, അദ്ദേഹത്തുമായിട്ട് കുൽസിതത്തിൽ ഏർപ്പെട്ട് കല്യാണം കഴിച്ചത്. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? അപ്പോ താങ്കളും താങ്കളുടെ ഭർത്താവും തമ്മിൽ നടത്തിയ SEX ചാറ്റ് വീണയ്ക്ക് എങ്ങനെ കിട്ടി? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സാധൂകരിക്കാൻ പറ്റുന്നത് വീണ പറയുന്നത് ശരിയാണെന്നുള്ളതല്ലേ? നിങ്ങളുടെ പ്രൈവസി പേഴ്സണൽ ചാറ്റ് എങ്ങനെ വീണ കിട്ടി? അപ്പോ വീണ പറയുന്നത് ശരി, നമ്മൾ ശരി വെച്ചു. ബാക്കി പറ. അത് തെറ്റാവോലോ. ഞാൻ അതിന് ഓൾറെഡി റിലേഷൻ, പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയെടുത്ത് ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. സുധിച്ചേട്ടൻ അത് പറ്റത്തില്ലയോ? എന്താ സുധിച്ചേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ഞെങ്ങത്തില്ലയോ? സുധിച്ചേട്ടൻ ചാറ്റ് ഞാനൊന്നും പണയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തു. ബാക്കി പണ 5000, 4000, 3000 രൂപയൊക്കെ മേടിച്ചിട്ട് ഞാൻ അത് എവിടെയും പറയും മേടിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ വരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് വർക്കുകൾ. 5000, 4000 രൂപ മേടിച്ചിട്ടാണ് ഇന്നലെ വരെ ഞാൻ 5000, 4000 മേടിച്ചിട്ട് വർക്ക് ചെയ്തത്. ഇന്നിപ്പോ ഞാനത് ലക്ഷങ്ങളിലേക്ക് മാറ്റി. നിന്ന നിപ്പില്, അതായത് ഇവരുടെ ഈ തൊലിക്കെട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഹിറ്റായന. ഇമ്മാതിരി തൊലിക്കെട്ടിയില്ലായ്മ. ഇപ്പൊ ഒരു കാര്യം പറയുന്നു, ഉളുപ്പില്ലാതെ അത് നാളെ മാറ്റി പറയുന്നു. അത്തരം ഒരു സ്കില്ല് ഞാൻ 2 പേരുടെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇവരുടെ, 2 ഷാജിദ ഷാജിയുടെ. ബാക്കി പറ. മനസ്സിലായോ? അപ്പൊ ആ ഒരു പൈസ കിട്ടി എന്റെ വീട്ടിൽ ആരും ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഈ പൈസ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിലും കൊടുക്കുന്നുണ്ട്. അല്ലാതെ അത് എവിടെ ചെന്ന് സേവ് ചെയ്ത് വെക്കാൻ കാണുമോ അതിനകത്ത്? ഇല്ല. എനിക്ക് എന്റെ മനസ്സാക്ഷി നിലവിൽ ഇപ്പൊ സേവിങ് ഒന്നുമില്ല. ഒരു സേവിങ്സ് ഇല്ല, സീരിയസ്ലി ഒരു സേവിങ്സ്. അങ്ങനെ പറയല്ലേ. സേവിങ്സ് ഉണ്ട്. എന്തോരം ചീത്തപ്പേര് സേവ് ചെയ്ത് വെച്ച്, എന്തോരം നാണക്കേട് സേവ് ചെയ്ത് വെച്ച്. ഈ വിഷയത്തിൽ ഇത്രയും സേവിങ്സ് ഉള്ള മറ്റൊരു വ്യക്തി ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ആ ഉളുപ്പില്ലായ്മ കറണ്ട് പോയി. ആ ഉളുപ്പില്ലായ്മ എല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് മുരളി. ബാക്കി പറ. വീട് പണിതുകൊണ്ടിരുന്ന സമയത്ത് പണിക്കാർ വന്നിട്ട് ഇങ്ങനെ വിളിക്കും അത്ര, ലൈക്ക് നമുക്കൊരു വെള്ളം തന്നിട്ടില്ല, ഫുഡ് തന്നിട്ടില്ല. അപ്പോൾ താജുദ്ദീൻ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, പപ്പോട് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കണം? അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ പണി ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഒരു ഇറ്റ് വെള്ളം പോലും കൊടുക്കാതെ കണ്ണീരോടെ ഇറങ്ങിയോണ്ടാണ് അവിടെ ഇപ്പൊ ഫാൻ വീഴുന്നു, അത് വീഴുന്നു, ഇത് വീഴുന്നു. ആ ഒരു സംഭവം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം അതിന് ആ പണി ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടേ. ഈ പണിത് തീർന്നു കഴിഞ്ഞാണ് ഞാൻ ആ വീട് കാണുന്നത്. പണിത് തീർന്നു കഴിഞ്ഞിട്ട് കണ്ടല്ലോ, പണിക്കാർക്ക് വെള്ളം കൊടുക്കുന്നോ ഇല്ലയോ എന്ന് നമ്മൾ തിരക്കിയിട്ടില്ല. പപ്പയല്ലേ എല്ലാം ചെയ്യുന്നത്. പപ്പയാണ് ഫാൻ പൊളിഞ്ഞു വീണത് കണ്ടത്, പപ്പയാണ് വാഷ് ബേസിൻ പൊളിഞ്ഞു വീണത് കണ്ടത്, പപ്പയാണ് വീടിന്റെ മുകളിൽ പൊട്ടൽ കണ്ടത്, പപ്പയാണ് വെള്ളം പോകാനായിട്ട് ചാലുണ്ടാക്കി വെച്ചത്. ആ ചാലിപ്പോ കുളമായി, അരുവിയായി, കടലേ. പപ്പയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പപ്പയാണ്. പപ്പ പറഞ്ഞില്ലായിരുന്നോ? പപ്പ പറഞ്ഞില്ല ഇതിവർ വന്നിട്ട് പണിയുടെ കാര്യങ്ങളൊന്നും പപ്പ പറഞ്ഞില്ല. താജ് പത്തനംതിട്ട തന്നെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്, പപ്പ പറഞ്ഞില്ല. എന്താണ് പപ്പ ഇതൊക്കെ പറയണ്ടേ? പപ്പ
പപ്പയുടെ ഒരു കാര്യം. എനിക്കറിയില്ല ഇയാൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഇയാൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് നിങ്ങൾ തോന്നിവാസം കാണിച്ചിട്ടാണ് അയാൾ അതെല്ലാം വന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് തോന്നിവാസം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കാനായിട്ടാണ് അയാൾ ഇതെല്ലാം വന്ന് പറയുന്നത്. അയാൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അയാളാരോ എൻ്റെ തന്തയോ, അയാളാരോ ഇതൊക്കെ പറയാൻ. സഹായം വേണ്ട സമയത്ത് പൊന്ന് ചക്കായ്ക്കണേ എന്ന് പറഞ്ഞു നിൽക്കും. സഹായം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനാരാ എൻ്റെ കാര്യത്തിലാണ് പോണേ, അവനോട് ആര് പറഞ്ഞാ പോണേ. നിങ്ങൾക്ക് അധികം നാൾ നിങ്ങൾ ഈ ഹൈപ്പിൽ നിൽക്കില്ല കേട്ടോ. നിങ്ങൾ വീഴും. നിങ്ങൾ വീഴുന്ന സമയത്ത് നിങ്ങളെ ചുറ്റും ആൾക്കാർ നിങ്ങളെ എതിരാക്കി വെച്ചേക്കുക. നിങ്ങൾ വീഴാൻ പക്കത്ത് നിൽക്കുമ്പോഴത്തേനും ഒരുത്തൻ ബാക്കിൽ നിന്ന് ചവിട്ടും തരും, ഒരുത്തൻ താഴെ നിന്ന് ഒരു വലിയും കൂടെ തരും, മറിഞ്ഞടിച്ച് താഴെ വീഴും. അറിയില്ല അതിനെപ്പറ്റി, അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പപ്പായോടാണ് അയാൾ പണിയെ പറ്റി അയാൾ എന്തിനാണ് KHDC വന്ന് സംസാരിച്ചാലും സത്യം പപ്പയോടാണ് അയാൾ പണിയെക്കുറിച്ച്. അയ്യോ, പപ്പയോട് സംസാരിച്ചെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പപ്പയാണ് ഇതെല്ലാം ഡീൽ ചെയ്തത്. KHDC ആണ് സംസാരിക്കേണ്ടത്, ഇയാളാണ്. അപ്പൊ പപ്പയോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പപ്പ ഇതിന്റെ ഇടയ്ക്ക് ഈ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാം. പപ്പയുടെ കുറെ വോയിസ് മെസ്സേജ് ഒക്കെ ഇയാളെടുത്ത് വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നില്ലേ? അപ്പൊ പപ്പയാണ് പിന്നത്തെ പ്രശ്നക്കാരൻ. ഒന്നും പേടിക്കാനല്ല, സഹായിച്ച എല്ലാവരും രേണു തള്ളിപ്പറയും, നാളെ പപ്പയും തള്ളിപ്പറയും. ഒന്നും പേടിക്കാനല്ല. നമ്മൾ ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് കറന്റ് സിനാരിയോ ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അമേരിക്ക. ശരി, ഓക്കെ, അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇയാൾ എന്തിനാണ് ഈ സംസാരിക്കുന്ന ആവശ്യമില്ലാത്തൊക്കെ? ഇയാൾ എന്തിനാണ് സംസാരിക്കുന്ന ആവശ്യമില്ലാത്തൊക്കെ? കൊല്ലം സുധിയുടെ സുഹൃത്താണ് അയാള്. കൊല്ലം സുധിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന ആളാണ് അദ്ദേഹം. കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി വീട് പണിത് കൊടുത്തപ്പോഴത്തേനും സകല സഹായങ്ങൾക്കും ഇടയ്ക്കുന്ന ഒരാളാണ് അദ്ദേഹം. കൊല്ലം സുധിക്ക് ഇവിടെ മക്കൾക്ക് പണിത് കൊടുത്ത വീടിന്റെ മണ്ടയ്ക്കത്തോടെ ചോർച്ച വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഫിറോസിക്കായിട്ട് സംസാരിച്ചത് ശരിയാക്കാൻ ഇടനിലയ്ക്ക് നിന്ന ആളാണ് അദ്ദേഹം. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ വേണോ അതിനെല്ലാം ഇടനില നിന്ന ആളാണ് ഈ താജ് പത്തനംതിട്ട എന്ന് പറയുന്നത് അദ്ദേഹം. നിങ്ങളുടെ വീട്ടിലെ ഫാൻ താഴെ വീണു, കട്ടില് എഴുന്നിട്ട് മേപ്പോട്ട് പോയി, കസാരയ്ക്ക് ചിറക് വന്നു, എന്ത് വന്നാലും ഇദ്ദേഹത്തെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സഹായത്തിന് എല്ലാം താജ് പത്തനംതിട്ട വേണമായിരുന്നു. കഴിഞ്ഞപ്പോൾ താജ് പത്തനംതിട്ട വേണ്ട. കൊള്ളാം, നല്ലതാകും. ഞാൻ നല്ലതാ. എത്രയും പെട്ടെന്ന് സ്വന്തം തന്തയും കൂടെ തള്ളി പറയുക. കാണാൻ വേണ്ടി ഐ എം വെയിറ്റിംഗ്. മറ്റൊരു ആയിട്ട് കാണുന്നത്.